അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി വിഷു. ഞാൻ കുറച്ച് ലേറ്റായിട്ടായിരിക്കും വിഷു നിങ്ങളോട് പറയുന്നത്. അപ്പോൾ എന്നാലും ഓക്കെ, ഇന്ന് വിഷുവാണ് ആക്ച്വലി. അപ്പോൾ നമുക്ക് വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഒന്ന് ഫ്രഷായി. ഇന്ന് ഓഫീസിൽ വലിയ പരിപാടികളൊന്നുമില്ല, കാരണം വിഷു ആയതുകൊണ്ട് നമുക്ക് വീട്ടിൽ പോയിരുന്ന് എന്താ വെച്ചാൽ ആയിക്കോടാ മക്കളെ എന്ന് മുതലാളി പറഞ്ഞു. സോ ജസ്റ്റ് രാവിലെ ഡെലിവറി കൊടുക്കാനുള്ള ഡിവൈസുകൾ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ ടാസ്ക്. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്കിങ്ങ് വരാം. പക്ഷേ അത് ഞാൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഞാൻ ഇന്നലെ രാത്രി തന്നെ എല്ലാ ഡിവൈസുകളും പാക്ക് ചെയ്ത് കൊടുത്തു. സോ എനിക്ക് ഇന്നിപ്പോൾ രാവിലെ അവിടെ പോകേണ്ട കാര്യം ഇല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് എന്താ പറയുക, നമ്മളെ റൂമിൽ നിന്ന് ഒന്ന് ഡ്രസ്സ് ചെയ്തിട്ടേ, വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച്, ഒരു കുട്ടി നിക്കർ ഇട്ട് ഒരു ടീഷർട്ട് ഇട്ട് നമ്മൾ നേരെ ഒന്ന് ഓഫീസിൽ പോയിട്ട് വരാൻ. ഒരു രസമല്ലേ, ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. കാര്യം നമ്മുടെ കൂടെ ഉള്ളവർ അവിടെ പോയിരുന്ന് ഇപ്പോൾ ഡിവൈസുകളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്ന് ഐ തിങ്ക് ആരൊക്കെ ശബ്ദം കേൾക്കുന്നു, വന്നെന്ന് തോന്നുന്നു. എന്തായാലും ഓക്കെ, ബാ. അപ്പോഴേ വേറൊരു കാര്യമുണ്ട്. ഇന്ന് നമ്മുടെ ഷാമിൽ നമുക്ക് കല്യാണമല്ലേ, ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് നാട്ടിലോട്ട് പോവുകയാണ്. ആശാൻ ഇറങ്ങാൻ നിൽപ്പുണ്ട്. നമുക്കത് കണ്ടാലോ അവനെ? ഒരു മിനിറ്റ്. ഹലോ മിസ്റ്റർ ഷാമിൽ. ഓഫാ? എന്നാ നമുക്ക് ഓഫാ, വിഷു ഓഫ്. അപ്പോൾ നമ്മൾ ഷാമിൽ അയ്യപ്പ നാട്ടിൽ പോയാണ്. കല്യാണം ഉറപ്പിച്ച് ചെറുക്ക് കല്യാണത്തിന് പോകുന്ന പോക്കാണ് കേട്ടോ. ഷാമിൽ എന്തൊക്കെയാണ് പറയാനുള്ളത്? നാട്ടിലോട്ട് പോകുന്ന സ്ഥിതിക്ക് എന്തൊക്കെയാണ് പറയണം? വളരെ വളരെ സന്തോഷം. നാട്ടിൽ പോവാണ്. അതാ കല്യാണമൊക്കെ അല്ലേ, അപ്പോൾ നാട്ടിൽ പോവാണ്. എല്ലാവരും പ്രാർത്ഥിക്കുക ഒക്കെ എല്ലാത്തിനും. വെയിറ്റ് ആൾക്കാർ പൊളിക്കട്ടെ. 30 ഒരു 25 kg. അതെ, തൂക്കി നോക്കി. ഇന്നെക്കാട്ടി വെയിറ്റ് ഉണ്ട്, ബോക്സിന് ഇന്നെക്കാളും വെയിറ്റ് ഉണ്ട്. ഇതിന് സീറ്റ് കൊണ്ടുവയ്ക്കാം, ഞാൻ ഡിക്കിൽ കയറാം. അപ്പൊ അങ്ങനെയൊക്കെയാണ് കഥ. പോവാണ്. ഹാൻഡ് ബാഗ് അത് കുഴപ്പമില്ലല്ലോ, വെയിറ്റ് ഉണ്ട് ഇല്ലല്ലോ അല്ലേ? കോസ്റ്റ്യൂം എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലോ അല്ലേ? കുഴപ്പമില്ലല്ലോ. ഓക്കെ അല്ലേ? അഭിപ്രായം പറയണേ. അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല, ഒക്കെ ബാക്കിയൊക്കെ ഉള്ളത് ബോക്സിലാണ്. ഈ മാറ്റാനുള്ള ടൈമില്ല. അപ്പോൾ ഹാപ്പി വിഷു. ഹാപ്പി വിഷു. അപ്പോൾ അടുത്ത വിഷുവിന് നമുക്ക് അടിപൊളിയാക്കണം. ഈ വിഷു ഇപ്പോൾ എന്തായാലും എനിക്ക് സദ്യ ഉണ്ടല്ലേ? സദ്യ ഇല്ല. പറഞ്ഞോ? മിസ്സായി പോയി, സദ്യ മിസ്സായി. അപ്പോൾ എല്ലാവരോടും ഗുഡ് ബൈ. ഐ വിൽ കം ആഫ്റ്റർ സം ടൈം, സം ഡേയ്സ്. ഓക്കെ, maybe like 2 months. No, I think 1 month. Yes, it's enough. ഇനഫ് അല്ല, പക്ഷെ ഞാൻ പോയി വരണം. എനിക്ക് ഇവരൊക്കെ നല്ല മിസ് ചെയ്യാതാ. ഓക്കെ ബൈ. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ നീ ഇറങ്ങുമ്പോഴത്തേക്ക് ഞാൻ ഇപ്പം തന്നെ വരാം. അവൻ വിളിക്കുന്നത് ഞാൻ വേറെ കൂതറേ. അവിടുന്ന് വിളിക്കുന്നു വിനോദ്. എന്താ കാര്യം നോക്കാം. പ്രത്യേകം എനിക്ക് കാര്യമില്ല, അവൻ ചിലപ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ ആയിരിക്കും വിളിക്കുന്നത്. ഒന്ന് നോക്കാം. അയ്യോ ഇപ്പം പോയേനെ. ഇവിടെ നിന്നിട്ടെ അന്യായ കരച്ചിലായിരുന്നു. ഇവിടെ ഇപ്പോൾ ഓടിപ്പോയ കൊച്ചില്ലേ, അത് രണ്ടുപേരും കിട്ടട്ടെ. കളിച്ചോ
എന്നെ കുറിച്ച് എന്തോ അപവാദം പറഞ്ഞു രണ്ടു. ഞാൻ എന്തോ ഉണ്ണിക്കുട്ടൻ മുണ്ടൊക്കെ എവിടെയാ? ഹായ് ഗൈസ്. മുണ്ടൊക്കെ എടുത്ത് ഇവിടെ ഇരുന്ന് കറങ്ങും. ഇനിയിപ്പോ അവിടെ പോയി ഇത് ഊരിയിടും അല്ലേ? സംഭവം വിഷു ഡേ ആണ്. വിഷു ഡേ എല്ലാവരും മുണ്ടൊക്കെ കൊടുത്തിട്ട് വന്നിരിക്കുക. നിങ്ങൾ പാക്ക് ചെയ്ത് കൊടുക്കാൻ സെറ്റുകളുണ്ട് കേട്ടോ ടീംസിന്. ഹലോ ഫോക്കസ്. ആ ഓടാനാറി അവൻ അതിനകത്തിരുന്ന് എന്ത് വിളിക്കുന്നേ? കരകാട്ടോ ആടപ്പോരേനെ. അല്ല ആ പാട്ടെന്തായിരുന്നു? ആ മയിലാട്ടം. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് കളിക്കണമെന്ന് കേട്ടോ. പക്ഷെ എന്നെ കൊണ്ട് ഒക്കുന്നേ ഇല്ല. എങ്ങനെയുണ്ട് ഇതൊക്കെ പിള്ളേർ കളിക്കുന്നത്? ഗൈസ് കറുത്ത മുണ്ടും കണ്ടോ, പാൻറ്റും, അല്ല സോറി കറുത്ത ഷർട്ടും വെളുത്ത മുണ്ടും. കൊള്ളാം കൊള്ളാം. ഇത് മുണ്ട് കാണുന്നില്ലല്ലേ നിങ്ങളെ ഞാൻ മുണ്ട് കാണിച്ച് തരും. അണ്ട സെറ്റല്ലേ സെറ്റല്ലേ. വാ ഉണ്ണി ഇങ്ങോട്ട് വാ, ഫ്രെയിമിലോട്ട് വന്ന് കയറ്. വാ ബിനുങ്ങോ വാ. ഞാൻ എന്തിനാ വരുന്നേ? എനിക്ക് ഏറെ കയറ്റാനാ. വാ നാളത്തെ വീഡിയോ വാന്ന്. നമുക്കിനി സ്ലോ മോഷനൊക്കെ എടുക്കണം കേട്ടോ. നമ്മളിങ്ങനെ നടന്നു വരുന്ന സെറ്റാക്കണം. കമോൺ ഗൈസ്. ഉണ്ണിക്കൂട്ടൻ പിന്നെ റെഡിമെയ്ഡ് തച്ചിട്ടാണൊക്കെ ഇങ്ങനെ ഇത് ഇച്ചിരി ഇറക്കിയത്. അങ്ങനെ വന്ന് നിൽക്കുക കേട്ടോ. ഇവിടെ ഇതിരിക്കുന്നതിൻ്റെ താഴെ കാണൂല. ഞങ്ങൾ 3 പേരും ഉണ്ട്. ഇനി അടുത്ത കരകട്ടോ ആടപ്പൂറി. ഇനി മുണ്ട് മടക്കി കുത്ത്. ആരാ അടിപൊളിയായിട്ട് മടക്കി കുത്തുന്നേ നോക്കാം. ഇവിടെ നടക്കാൻ സ്ഥലമില്ല. നമുക്ക് റോഡിൽ പോയാലോ? ഞാനോ ഒറ്റയ്ക്കോ? എന്നെ പറച്ചില്ല. അത് ഉണ്ണിക്കുട്ടാ നമ്മളിങ്ങനെ വടിവെച്ച് വെക്കരുത്. മടക്കി കുത്താന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു ഇങ്ങനെ നിൽക്കണം. ഇങ്ങനെ എന്നിട്ട് ഉണ്ണിക്കൂട്ട തട്ടുകൊടുത്ത് ഇങ്ങനെ റെഡിയാക്കി മറ്റേ മൂലയൊക്കെ പിടിച്ചു വെക്കുന്നു. അങ്ങനല്ല, ജസ്റ്റ് ഇതിങ്ങനെ എടുക്കുക, ഇതിങ്ങനെ വലിച്ചു പിടിച്ച് ഇങ്ങനെ കയറ്റി വെച്ച് ഒറ്റ കുത്ത്. ഇത് തീരണം. ഇതിനകത്ത് ഇവിടെ പിന്നെ ഇങ്ങനെ അങ്ങനെ വെക്കില്ലേ? ആ പറ. എന്തായിരുന്നു വീഡിയോ ആണ്? ആ എൻ്റെ പേരെന്തുവാ? ടവലോ ഇതോ? ആ കർച്ചീഫോ ഒക്കെ. ടവലോ? ഓ മൈ ഗാഡ്. ഉച്ചയ്ക്ക് നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ എത്തും. നമ്മൾ ഫുഡ് ബുക്കിൽ നിന്നാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഓണർ, നമ്മുടെ ബോസ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. വിഷു ഫുഡ് അല്ലേ? ഓക്കെ. എനിവേ അപ്പോൾ എന്തായാലും ആ ഒരു സദ്യ ഓർഡറൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഉച്ചയ്ക്ക് വരുമ്പോൾ നമുക്ക് അതുമൊക്കെ കണ്ട് അങ്ങനെയൊക്കെ ഈ ഒരു വ്ളോഗ് നമുക്ക് കൊണ്ടുപോകാം. ആൻഡ് ഓഫീസിൽ പോയി രാവിലെ ഞാൻ കൊടുക്കാനുള്ള ഡിവൈസൊക്കെ ഇന്നലെ കൊടുത്തായിരുന്നു. ബട്ട് എനിക്ക് വേറെ ഒന്നും കൊടുക്കാനില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ തിരിച്ചു വന്നു. ആൻഡ് എന്താ പറയുക, ഇനിയിപ്പോൾ ഞാൻ കുറച്ച് വ്ളോഗ് അതുപോലെ കുറച്ച് അങ്ങനെയൊക്കെ റീൽസ് ഇങ്ങനെയൊക്കെ എടുക്കാമെന്നൊക്കെ കരുതിയാണ് നിൽക്കുന്നത്. നമ്മൾ ഇന്നലത്തെ നിങ്ങൾ കണ്ട വീഡിയോയിലോ അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് കണ്ട വീഡിയോയിലോ കണ്ടിരുന്ന ആ ഒരു പ്രാവുണ്ടല്ലോ, പൂച്ച കടിച്ച് കറക്റ്റ് 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് ഡെഡായി. കാരണം അതങ്ങനെയാണെന്ന് പലരും പറഞ്ഞു, കമൻറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു. ആൻഡ് സോ പറഞ്ഞിട്ട് കാര്യമില്ല,
അത് പോയി. നമ്മൾ കൊടുക്കാനുള്ള എന്താ ഫുഡ് കൊടുത്തു, വെള്ളം കൊടുത്തു, കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കഴിക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്തു. എന്നിട്ട് പക്ഷെ പറക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ആ പറക്കുന്നതിൻ്റെ ചിറകിൻ്റെ അടിയിലായിട്ടാണ് മാംസത്തിലാണ് കടിയേറ്റത് ഈ പൂച്ചയുടെ. അപ്പോൾ പലരും പറഞ്ഞു അത് കിട്ടത്തില്ല, അത് പോവും. കാര്യം കുഞ്ഞിത്തിരിയേ ഉള്ളൂന്ന്, അതിൻ്റെ വയറൊക്കെ ഇത്രയേ ഉള്ളൂ, കൊടുക്കുക വയറ്. ഇനി അതിൻ്റെ ശാപവും കൂടെ എനിക്ക് കിട്ടും. ഒന്നീ പൂച്ചയ്ക്ക് ഫുഡായേനെ ആ സമയത്ത്, അല്ലെങ്കിൽ ഇവിടെ പറയുന്ന കേട്ടാരോ അത് പൂച്ചയ്ക്ക് ഫുഡായേനെ, നീ അതും സമ്മതിച്ചില്ല, അതിനെ എടുത്തുകൊണ്ട് വന്ന് അത് മരിക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ പ്രാക്ക്, പൂച്ചയുടെ പ്രാക്ക് എല്ലാം എനിക്ക് കിട്ടുന്നു. കിട്ടട്ടല്ലേ, ഇനി പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോൾ അതൊക്കെ ഏറ്റെടുക്കാം. കണ്ടപ്പോൾ അങ്ങനെ തോന്നി, എടുത്തുകൊണ്ട് വന്നു. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്യാനാ? അപ്പോൾ നാട്ടിലാണെങ്കിൽ ഞാൻ മൃഗാശുപത്രി കൊണ്ടുപോയേനെ, സത്യമായിട്ട് ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. അണ്ണാനെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഇതുപോലെ തെങ്ങിൻ്റെ മേളിൽ നിന്ന് വന്ന് വീണ ഒരു കുഞ്ഞണ്ണ, എൻ്റെ കാലിന് പരിക്ക് പറ്റിയിട്ട് അനങ്ങാൻ പറ്റാതെ കിടന്ന്. ഞാൻ അതിനെ എടുത്ത് മൃഗാശുപത്രി കൊണ്ടു ചെന്ന് അവർ ചിരിച്ച്, എന്നാലും അവർ ട്രീറ്റ് ചെയ്ത്, അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അതിന് മരുന്നൊക്കെ തന്നു, അതിൽ ഓയിൽമെൻറ്റും കാര്യങ്ങളൊക്കെ തന്നു. അതൊക്കെ ഇട്ട് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അത് പറന്നില്ലയോ, നമ്മളെ വിട്ട് ഒറ്റ പോക്ക്, നമ്മുടെ കൂടെ നിൽക്കത്തൊന്നുമില്ല അങ്ങനെ. അത് പോയി. അതിന് പ്രശ്നമില്ല, അത് സന്തോഷമായിട്ട് അത് പോയി, ഹാപ്പി. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നല്ല ക്ഷീണം ഫേസിലുണ്ടല്ലേ. ഉറക്കം ഒരു വിഷയമാണ്. ഉറങ്ങണം. ഇന്ന് തൊട്ട് 10 മണിക്ക് ഉറങ്ങണം രാത്രി. എന്നും വിചാരിക്കും, പക്ഷേ നടക്കത്തില്ല, എന്ത് ചെയ്യാൻ. ഓക്കെ, ഇനി ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഞാൻ റീൽസൊക്കെ എടുത്തിട്ട് വരാം കേട്ടോ. ആ 2 മുഖക്കുരു പൊട്ടിച്ച പാട് കണ്ടോ. പോരാഞ്ഞിപ്പോൾ ഉറക്കം കറക്റ്റല്ലാഞ്ഞിട്ട് കണ്ണൊക്കെ ദേ ഓക്കെ, ബൈ. നമ്മൾ ഫുഡ് കഴിച്ചതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. അന്നേരം അതൊന്നും ചിന്തിച്ചില്ല. ഞാൻ കുറച്ച് ഫോട്ടോസ് ഇട്ടേക്കാം. നമുക്ക് കിട്ടിയെന്ന് ഹെവി ഫുഡായിരുന്നു കേട്ടോ, ഹെവി ഫുഡ്, അടിപൊളി ഐറ്റംസ്. 20-22 കറിയും 3 അതിൻ്റെ, അതായത് 3 പായസം അടക്കം 22 കറികൾ. അയ്യോ, എല്ലാം അടിച്ച്. നമ്മൾ ഓർഡർ ചെയ്തത് ഈ സാധനം കേട്ടോ. സംഗതി ഇപ്പം സമയം കുറേ ആയി. കാരണം വൈകുന്നേരം ഏകദേശം 5 മണിയായി. ഞാനങ്ങ് ഭയങ്കരമായിട്ട് ഫുഡെല്ലാം കൂടെ കഴിച്ച് കഴിഞ്ഞപ്പോഴേ, പായസമൊക്കെ 3 കൂട്ടം പായസമൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് ക്ഷീണം, ഉറങ്ങിയെന്ന് തന്നെ പറയാമല്ലോ. മയങ്ങി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ ഓക്കെ ഫൈൻ, നല്ല ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചു. അങ്ങനെ എന്തായാലും വിഷു എന്ന് പറയുന്ന ഈ ഒരു സംഭവം കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും പോയി അവിടെ ഇവിടെയായിട്ടൊക്കെ കിടക്കുന്നു, ചിലർ ഡ്യൂട്ടിക്ക് പോയിരിക്കുന്നു. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ചിലപ്പോൾ നാളത്തേക്ക് കൂടെ കാര്യങ്ങളും എന്തെങ്കിലും കൂടെ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് മറ്റന്നാളത്തേക്കൊരു വീഡിയോ എന്ന രീതിയിലേക്ക് ഞാൻ സെറ്റ് ചെയ്തെടുക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇതധികം ലെങ്തി ആയിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. വളരെ കുറച്ച് എന്തൊക്കെയോ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കട്ടെ, അങ്ങനെയൊക്കെ കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ ഇങ്ങനെ തുടരാം. പക്ഷേ ഞാൻ ഇങ്ങനെയൊക്കെ വന്ന് പറയുന്നത് എന്തിനാണ് എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കും കേട്ടോ. കാരണം ഒരു ഡെയിലി വ്ളോഗ് സെറ്റപ്പ് എന്ന രീതി, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, ലൈഫ് സ്റ്റൈൽ വ്ളോഗ് എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു രീതിയിൽ ചെയ്തു പോകാം എന്നാണ് കരുതുന്നത് കേട്ടോ. ഞാനിതും എന്തിനാണ് നിങ്ങളോട് പറയുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എന്തോ പറയണമെന്ന് തോന്നി. കാരണം എനിക്ക് കറക്റ്റ് ഒരു എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഇത് ചെയ്താൽ ഇഷ്ടപ്പെടുമോ, കാണൂ. കാരണം ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പം എനിക്കൊന്ന് ലാസ്റ്റ് ഇട്ട വീഡിയോ ഒന്നും ആരും അങ്ങനെ കാണുന്നില്ല. അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാത്തതാണോ, അതോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതാണോ എനിക്കറിയത്തില്ല. സംതിങ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എനിക്കൊരു മിനിമം കുറച്ച് പേരെങ്കിലും കണ്ടില്ല എങ്കിൽ അങ്ങ് സങ്കടമാണ്. അയ്യോ ഇതാരും കാണുന്നില്ലല്ലോ, ഇതെന്തിനാണ് പിന്നെ ചെയ്യുന്നത്, ഇതാണ് നമുക്ക് വരുന്ന ഒരു തോന്നൽ. പിന്നെ കണ്ടിന്യൂസ് വീഡിയോ ഇടണം എല്ലാം എന്നെനിക്കറിയാം. പക്ഷേ എല്ലാ ദിവസവും രാവിലെ ഞാൻ എഴുന്നേറ്റ് റെഡിയായി ഓഫീസിൽ പോകുന്നത് വരെ ഉള്ളത് എടുക്കാം. അതിനുശേഷം പിന്നുള്ളതെന്ന് വെച്ചാൽ നൈറ്റ് വന്ന് റൂമിൽ വരുന്നു, കയറി കിടക്കുന്നു, അതൊക്കെ തന്നെ. എന്ത് എല്ലാ ദിവസവും എടുക്കുന്നത്. എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചാൽ ഞാൻ അങ്ങനെ വലിയ കാര്യങ്ങളോ പുറത്തെ ടോപ്പിക്കോ അല്ലെങ്കിൽ ഇഷ്യൂസോ, കമ്മ്യൂണൽ ഇഷ്യൂസോ അല്ലെങ്കിൽ നാഷണൽ ഇഷ്യൂസോ സ്റ്റേറ്റ് ഇഷ്യൂസോ ഇതൊന്നും തന്നെ ഞാനങ്ങനെ അധികം അങ്ങോട്ട് പോയി ഇങ്ങനെ കൂലങ്കഷമായിട്ടിരുന്ന് ചിന്തിച്ചോ അല്ലെങ്കിൽ ആലോചിക്കുകയോ ഒന്നും ചെയ്യുന്ന ഒരാളല്ല. അതിനോടൊന്നും ഒരു താല്പര്യമില്ല. വയലൻസ് വേറല്ല, എന്തിനാ, ഒരു പിടിയില്ല. ചുമ്മാ അത് മാത്രമല്ലേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ. പിന്നുള്ളത് ഡെവലപ്മെൻറ്റ്സ് എനിക്കിഷ്ടമാണ്, നല്ലതാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് നടക്കുന്നുണ്ട്. നമ്മുടെ നാടും നമ്മുടെ ഇന്ത്യയിൽ മൊത്തത്തിൽ ഒരുപാട് ഒത്തിരി നടക്കുന്നുണ്ട്. കാരണം അത് ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് നമുക്കറിയാം. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇരുന്ന് നമ്മുടെ നാട്ടിലെ ചാനലുകൾ കണ്ടാൽ അതൊന്നും അറിയാൻ പറ്റത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ അതെന്താ അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല.
എന്തെങ്കിലും ആവട്ടല്ലേ, നമുക്കെന്താ വേണം. ഓക്കെ, എനിവേ അത് അങ്ങനെയൊക്കെ കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ ഇവിടെ നിന്നാൽ എനിക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ ഓപ്പോസിറ്റ് ഒരു ബിൽഡിംഗ് ഉണ്ട്. അതിന് ഏകദേശം 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 നിലയുണ്ട്. ഈ 15 നിലയിൽ ആ 15ാമത്തെ നിലയിൽ ആരത് പിന്നിലൂടെ പോകുന്നത്? മോട്ടിയണ്ണൻ. അപ്പോൾ ആ 15ാമത്തെ നിലയിൽ അതിൻ്റെ ബാൽക്കണിയിൽ ആരൊക്കെയോ നിൽക്കുന്നു. അതെന്തോ ആരാന്ന് പോലും അറിയാൻ പറ്റില്ല, അത്രയോ ദൂരത്താണ്. ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കാണാം. അവിടെ കണ്ടോ, അതിൻ്റെ മേളിൽ ആരും ഉള്ള പോലെ തോന്നുന്നു. അത് ഈ ഡ്രസ്സ് വല്ലതും ഇട്ടേക്കണം. എന്തിനാ പിന്നെ ഇത് പറഞ്ഞു? ആരും അങ്ങനെയൊക്കെയാണ് പോകുന്നു. ദിവസങ്ങളിങ്ങനെ കടന്നു പോകുന്നുണ്ട്. ഒരു കണക്കിന് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ദിവസങ്ങൾ കടന്നു പോകാൻ തോന്നാറുണ്ട്. കാരണം ഒരു 5 ഇയർ പ്ലാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്നൊരു 5 ഇയർ മാർക്ക് കിട്ടിയാൽ നമ്മളങ്ങ് നാട്ടിൽ വന്ന് നിൽക്കാം എന്ന് കരുതുന്നു. ഭയങ്കര ആഗ്രഹമാണ് നാട്ടിൽ നിൽക്കാൻ. നോക്കണം. 5 കൊല്ലം പോവായിരിക്കല്ലേ പെട്ടെന്ന്. ഇപ്പോൾ 1.5 കൊല്ലമായി, അത് വേറെ കാര്യം. 1.5 അല്ലല്ലോ, സോറി, 1.5 ആയില്ല, 8-9 മാസമേ ആയുള്ളൂ. ഞാൻ നാട്ടിലോട്ട് ഡിസംബറിൽ വരുമ്പോൾ മേ ബി 1.5 കൊല്ലം ആവും. അത് കഴിഞ്ഞ് പിന്നെ ഒരു 3.5 കൊല്ലം കൂടെ. അതിനകത്തെല്ലാം സെറ്റിലാവുമെന്ന് കരുതുന്നു. ആവുമായിരിക്കും. ആവുകയാണെങ്കിൽ ഞാൻ പിന്നെ നാട്ടിൽ സെറ്റിൽ. നമ്മൾ നാട്ടിൽ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് പോവാം. ഓക്കെ. ഫോൺ ഇപ്പോൾ വിളിക്കൂടാ. ഞാൻ ആരെങ്കിലുമൊക്കെ വിളിക്കും, എനിക്കറിയാൻ പോലില്ല. ഞാൻ ഇത് റെക്കോർഡിങ് കേട്ടോ. നാളെ പറയരുത്. കട്ട് ചെയ്യത്തില്ല. ഞങ്ങൾ പുറത്ത് പോയി, അതായത് മെസ്സിൽ ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചതാണ് ഗൈസ്. പക്ഷേ നോക്കുമ്പോൾ ഉണ്ടല്ലോ, മെസ്സിലെ ഫുഡ് ഇനിയിപ്പോൾ നമ്മൾ ക്യാൻസലാക്കി. ഓഫ് കോഴ്സ്, അതിനെന്താ, അത് മേടിക്കാം. ഉണ്ടോ ഇത്രയും കറികളും? എന്തോരം കറി! എൻ്റെ മുട്ട എണ്ണ, ഒരു ചോറിൻ്റെ കറിയാണിത്. 2 പേരെടുത്തന്നേ ഉള്ളൂ കേട്ടോ. ഇത് കണ്ടോ, ഇത്ര കറി തന്നുണ്ടോ? 1 2 എനിക്കറിയാൻ പാടില്ല. എല്ലാം കൂടെ എണ്ണിയാൽ 10 22. അത് 22 കണ്ട അവരുടെ ഒരു. ഇപ്പോൾ വലത്ത് കറങ്ങി നീ ഇടത്ത് കറങ്ങി എൻ്റെ കൂടെ വരണം. ഓക്കെ, വാ. അത് തന്നെ മിടുക്കൻ. ഇങ്ങോട്ട് വാ, നമുക്ക് കഴിക്കാം. വാ, താഴെ വാ. മിടുക്കൻ. ഓക്കെ, അങ്ങനെ പിടിക്കേ. കൊന്നേനല്ലോ അണ്ണ എൻ്റെ കൊച്ചിനെ. ഗിംബല് പൊസിഷൻ പോയെന്ന്. അയ്യോ. നമ്മൾ ആ ഫോക്കസ് ആളുടെ ഫേസ് ഫോക്കസ് ചെയ്ത് വെച്ചേ. അതെ, എല്ലാരും കാണാം. സംഭവം ഞങ്ങൾ കണ്ടേ ഫുഡ് കഴിക്കുക കേട്ടോ. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഉച്ചയ്ക്ക് മേടിച്ച ഊണിൽ 2 ഊണ് എക്സ്ട്രാ. അല്ല, 2 അല്ലേ അണ്ണ, 1 ഊണ്. ഒരാൾ. അതെ, ഇങ്ങനെ ആളുണ്ട്. പഴമണോ ഗൈസ്? ഉണ്ണിക്കുട്ടൻ പഴം ചോദിക്കുന്നു, കൊടുക്കട്ടോ? നല്ല തണുപ്പടാ, കഴിച്ചുകൂടാ. പായസത്തിട്ട് അളക്കാൻ കഴിച്ചോളാം. അപ്പോൾ ഉണ്ണിക്കുട്ടൻ എടുത്തോട്ടെ. ഞങ്ങൾ പുറത്ത് പോയി കഴിക്കാമെന്ന് വിചാരിച്ചേ, പക്ഷെ കഴിച്ചില്ല. എന്താ വെച്ചാൽ നമുക്ക് 1 2 ഊണ് എക്സ്ട്രാ വന്നു. അതിൽ ഊണ് എക്സ്ട്രാ വന്നതല്ല, നമ്മൾ അടിച്ചതാ. ഇത് ബിനോജിന്റെ ഊണില്ലേ, അതാണ് ഫുള്ള് കറിയില്ലാത്ത. ഇതിലും കറി കുറവുണ്ട്. അത് ശരിയാ കേട്ടോ, അവൻ പകുതി എടുത്തായിരുന്നു. അവൻ വാങ്ങില്ല, അവന് വേണ്ട. അവന് ഞാൻ പുറത്തായിരിക്കും പറഞ്ഞു. ഞാൻ ഫോട്ടോ കഴിച്ചു കൊടുത്തു, ഈ ചോറൊക്കെ വേണോ വെച്ച്.
ആ വെറുതെ വാങ്ങി പൈസ ഇട്ടാണല്ല അതിന് 48 റൺസ്. ഒരു ഊണിന് 48? മൈ ഗോഡ്, മുട്ടെണ്ണ. ഒരു ഹോട്ടൽ തുടങ്ങിയാലോ? അവിടെ ഞായറാഴ്ച ഈ ഏകദേശം ഈ ഒരു ലെവലിലുള്ള ഐറ്റംസ് ഞായറാഴ്ച ഉണ്ടാവും. നല്ല ഫുഡ് 20 റൺസ് ഇത്ര അല്ലെങ്കിലും നഷ്ടമല്ല, അത്യാവശ്യം കിട്ടും. ഓവർ ഇതിപ്പോ നമ്മൾ കണ്ടമാനം ഉണ്ടാകുമ്പോ നമുക്ക് വയറ് നിറഞ്ഞു. വയറ് അത് എന്താ കിട്ടേണ്ടെന്നുള്ള അന്ന് മതി അണ്ണ. അത് ഇതായിരുന്നു എന്താ പറയാ പരിപ്പാ. പക്ഷെ സംഭവം അടിപൊളി കേട്ടോ. 48 റംസ് കൂടുതല. പോട്ടെ, വിഷു അല്ലേ, നമ്മൾ കൊടുത്തേക്കാം. ഇതുവരെ കേടൊന്നും വന്നിട്ടില്ല അല്ലേ? അല്ല, വെളി വെച്ചതിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അതേത് വെളി വെച്ചത്? നിഷാദ് കഴിച്ചില്ല, അവിടെ വെളിയിലൊരെണ്ണം വെച്ചിട്ടുണ്ട്. ആ നിഷാദ് നേരത്തെ കഴിച്ച്. നമുക്ക് കട്ട് ചെയ്യാം. അമ്മ ആ നീ മതി. മതിയാ? അങ്ങനെ പറയല്ലേ, ഇത് കഴിച്ചു പോയില്ല. പക്ഷെ രസം കൊള്ളായിരുന്നു കേട്ടോ. പായസം എന്താ വേണ്ട? എന്തോ തപ്പുന്ന രസം നേരത്തെ കഴിച്ച് തീർന്നു. ആ മുട്ടണ്ണ ഇങ്ങോട്ടൊക്കെ മലയാളിക്ക് കാശ് പോലും കൊടുത്തിട്ടില്ല. എനിക്ക് എപ്പോഴും തോന്നുന്നു മണ്ടയ്ക്ക് ഒരു അടിപൊളി ഒറ്റ അടിപൊളി ഇപ്പോൾ പെടലി ഓടിക്കുന്നതാണ്. നമ്മുടെ വീഡിയോ എടുക്കുന്ന ക്യാമറയുടെ കാര്യമാണ് അണ്ണൻ പറയുന്നത്. അതിൻ്റെ പെടലിക്ക് അതെ. ചോറ് കൊണ്ടോണ്ണ? ശരിയണ്ണ, കേട്ടി പറഞ്ഞ ബിനോജ് അവൻ്റെയാണ് ഇത് ഓർണം. അവൻ പകുതി 3-4 കറിയേ എടുത്തുള്ളൂ. ബാക്കി ഇനി രഞ്ജിത്ത് അവൻ കഴിക്കുമോ എന്തോ എനിക്കറിയത്തില്ല. പേരിന് വേണ്ടി വേണമെങ്കിൽ ഇച്ചിരി എടുത്ത് കഴിച്ചിട്ട് ബാക്കിയെല്ലാം കൂടെ കൊണ്ട് കളയും. ഞാൻ വിളിച്ചു, ബാലൻസ് ഇല്ല, പക്ഷെ മിസ് കോൾ ചെയ്യല്ലോ. പക്ഷെ അവൻ എടുക്കുന്നില്ല, അല്ലെ വിളിക്കുന്നില്ല. അവന്റെ ഫോൺ സ്വിച്ച് ഓഫാ. നേരത്തെ വിളിച്ചായിരുന്നു. എവിടെ പോയി? ഓന് 6 മണിക്ക് 8 മണിയാവുണ്ട്. ഐതിഹ്യമുണ്ട് സദ്യ കഴിക്കുന്നതിന് അങ്ങനെ ഒരു ഇത് അറിയുന്നുണ്ട്. ഒരേ സാധനം കഴിക്കുന്നതിന് ഒരേ ഓർഡർ ഉണ്ട്. ആ ഓർഡർ അനുസരിച്ച് കഴിക്കണം. അതെ. എന്നാ ഓക്കെ. അയ്യോ എൻ്റെ കഴുത്തൊടിക്കാൻ നിൽക്കുന്ന ആളെ കണ്ട. ഈ ക്യാമറയുടെ ടോപ്പ് കാണുമ്പോഴേ മട്ടൺ എപ്പോഴും അത് അടിച്ചൊടിക്കണമെന്ന് തോന്നും. കാരണം ഇങ്ങനെ ഇല്ല, റോബോട്ട് പോലെ ഇരിക്കുകയല്ലേ. ഇത് മറ്റേ DJI Osmo Pocket 3 ആണ്, അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങളൊക്കെ കഴിച്ചോന്ന് അറിയത്തില്ല, കഴിച്ചെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് നേരമായി ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കൊന്ന് 22 മിനിറ്റായിട്ട് ഈ ഒരു ഒറ്റ ക്ലിപ്പ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ രാത്രിയിൽ ഫുഡ് കഴിക്കുന്നത് മാത്രം. ഞാൻ കട്ട് ചെയ്യും, എന്തായാലും കട്ട് ചെയ്ത് നിങ്ങളെ ബോറടിപ്പിക്കില്ല. പിന്നെന്താ പറയുക, അപ്പോൾ ഏതായാലും അടുത്തൊരു വീഡിയോയിൽ അടുത്ത ദിവസം നമുക്ക് കാണാം. ഞാനിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കണ്ടില്ലേ,
അയ്യോ ഇത് താഴൂല. ഞാൻ എന്നെ ഇതിൽ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ താഴത്തെ, കണ്ടില്ലേ? കംപ്ലീറ്റ് തീർന്നു. അപ്പോൾ അടുത്തൊരു ദിവസം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇപ്പോൾ രഞ്ജിത്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? രഞ്ജിത്തിനെ എല്ലാവരും അന്വേഷിക്കാറുണ്ട്. നമസ്കാരം. അപ്പോൾ രഞ്ജിത്ത് ഇപ്പോൾ വന്നേ ഉള്ളൂ. അവൻ്റെ ഫുഡ് ഇതാ ഇവിടെ ഇരിക്കുകയാണ്. അതിൽ നിന്ന് പകുതി നമ്മൾ മുക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവൻ കഴിക്കാൻ പോവാണ്. അപ്പോൾ എന്ത് തന്നെയായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു വ്ളോഗ് നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിലോ അല്ലെങ്കിൽ അടുത്തൊരു വ്ളോഗിലോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. സ്റ്റേ ട്യൂൺഡ് ആൻഡ് ടേക്ക് കെയർ. ബൈ.